പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, PMK എജ്യുമീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞൊരു ഭാഗമാണ്. ഡേറ്റ പ്രോസസ്സിങ്ങിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റേജാണ് ക്ലാസിഫിക്കേഷൻ. എഡിറ്റിംഗ്, കോഡിങ്, അടുത്ത സ്റ്റേജാണ് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഉപകാരപ്രദമായും തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള നിങ്ങളുടെ കമൻസ് കമൻറ്റ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡേറ്റ പ്രോസസ്സിങ്ങിൽ തേർഡ് സ്റ്റേജാണ് ഈ ക്ലാസിഫിക്കേഷൻ വരുന്നത്. ആദ്യം നമ്മൾ ഡേറ്റയെ എഡിറ്റ് ചെയ്യുന്നു, പിന്നെ നമ്മൾ കോഡ് ചെയ്യുന്നു. അടുത്ത സ്റ്റേജാണ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ എന്താണ് ക്ലാസിഫിക്കേഷൻ? The process of arranging data in groups or classes according to the resemblance and similarities technically called classification. അതായത് നമ്മൾ ഡേറ്റയെ എഡിറ്റ് ചെയ്തു, കോഡിങ്ങും ചെയ്തു. ഇത്രയും സ്റ്റേജ് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ ചെയ്യുന്നത് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ള, ഏതെങ്കിലും സിമിലർ ഗ്രൂപ്പ്സുകളാക്കി മാറ്റുക. സിമിലർ ഗ്രൂപ്പുകളാക്കിയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് നിർത്തുക. Thus, by classification, we try to form groups of homogeneous character. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് ഡേറ്റയെ ഹോമോജീനിയസ് ആയിട്ടുള്ള ഗ്രൂപ്പുകളാക്കി മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഹോമോജീനിയസ് എന്ന് പറഞ്ഞാൽ മെയിൽ, ഫീമെയിൽ. ഇപ്പം മെയിൽ ഒരു ഗ്രൂപ്പും ഫീമെയിൽ മറ്റൊരു ഗ്രൂപ്പും, അതൊരു ക്ലാസിഫിക്കേഷൻ ആണല്ലോ. അപ്പം അങ്ങനെ പല രീതിയിലുള്ള ഡേറ്റാസ്, ഈ ജോഗ്രഫിക്കൽ ഏരിയ തരംതിരിച്ച് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. ഇനി അതല്ലെങ്കിൽ മറ്റെന്തിൻ്റെയും ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഇയറിൻ്റെ അടിസ്ഥാനത്തിൽ ക്ലാസിഫൈ ചെയ്യാം. അപ്പം അങ്ങനെ ഏതിൻ്റെയെങ്കിലുമൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഹോമോജീനിയസ് ആയിട്ട് ഡേറ്റയെ ഗ്രൂപ്പുകളാക്കി മാറ്റി വെക്കുന്ന പ്രവർത്തനത്തിനെയാണ് ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഡേറ്റയെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഓരോ ഗ്രൂപ്പിനകത്തുനിന്നും ഡേറ്റകൾ കണ്ടെത്താൻ സാധിക്കും. മറ്റെല്ലാം കൂടി ഒരുമിച്ചാകുന്ന സമയത്ത് നമുക്ക് ഡേറ്റകളെ തരംതിരിക്കാനും അല്ലെങ്കിൽ അത് കണ്ടെത്താനും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പം അതിനു വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്. അപ്പം നമുക്ക് ക്ലാസിഫിക്കേഷൻ പല തരത്തിൽ ചെയ്യാം. അപ്പം എങ്ങനെയൊക്കെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതെന്നാണ് ഇനി പഠിക്കുന്നത്. പ്രധാനമായിട്ടും ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ഇൻറ്റേർണൽ ക്യാരക്ടറിസ്റ്റിക്സ്, ദെൻ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ്. ഈ മൂന്നെണ്ണമാണ് നമുക്ക് ക്ലാസിഫിക്കേഷൻ രീതി. അപ്പോൾ നമുക്ക് ഓരോന്നും പഠിക്കാം. ആദ്യത്തേത് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇൻ ദിസ് ക്ലാസിഫിക്കേഷൻ ഡേറ്റ മേ ബി ക്ലാസിഫൈഡ് ഐദർ ഓൺ ജോഗ്രഫിക്കൽ ബേസിസ് ഓർ പീരിയോഡിക്കൽ ബേസിസ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഡേറ്റയെ ജോഗ്രഫിക്കൽ ഏരിയയുടെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് ഈ എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു എക്സ്റ്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. അപ്പോൾ എന്താണ് ഈ ജിയോഗ്രഫിക്കൽ ബേസിസ് എന്ന് നമുക്ക് നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓൺ ജിയോഗ്രഫിക്കൽ ബേസിസ്. In this type of classification, the data are collected from different places and placed different classes. അപ്പോൾ നമുക്കറിയാം, ഡേറ്റകൾ കളക്ട് ചെയ്യുന്നത് പല പല പ്ലേസസുകളിൽ നിന്നായിരിക്കും. അപ്പോൾ അങ്ങനെ കളക്ട് ചെയ്യുന്ന പ്ലേസിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റയെ തരംതിരിച്ച് നിർത്തുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ ഓൺ ജിയോഗ്രഫിക്കൽ ബേസിസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് ക്രൊണോളജിക്കൽ അല്ലെങ്കിൽ പീരിയോഡിക്കൽ. പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ക്രൊണോളജിക്കൽ. അപ്പോൾ അതിനെ പീരിയോഡിക്കൽ എന്നുള്ളതാണ് ക്ലാസിഫിക്കേഷൻ. ഇവിടെ എന്താ പറയുന്നത് നോക്കാം. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ദ ഡേറ്റ ബിലോങ്ങിങ് ടു എ പെർട്ടിക്കുലർ ടൈം ഓർ പീരീഡ് പുട്ട് അണ്ടർ വൺ ക്ലാസ്. ദിസ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ പീരീഡ്. അതായത് കാലഘട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റയെ തരംതിരിച്ച് വെക്കുകയാണ്. ഉദാഹരണത്തിന് 1995, 96, 97, അങ്ങനെ ഓരോ പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം, ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ പീരിയോഡിക്കൽ ക്ലാസിഫിക്കേഷൻ പറയാം. ചിലപ്പോൾ പരീക്ഷയിൽ ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് ചോദിക്കുന്നത് കാണാറുണ്ട്. അപ്പം അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയാം, പീരീഡിൻ്റെ അടിസ്ഥാനത്തിൽ ഡേറ്റയെ തരംതിരിക്കുന്നതാണ് ക്രൊണോളജിക്കൽ ക്ലാസിഫിക്കേഷൻ.
ഇനി നമുക്ക് അടുത്തതിലേക്ക് പോവാം. അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഡേറ്റ മേ ബി ക്ലാസിഫൈഡ് ഐദർ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് ഓർ അക്കോർഡിംഗ് ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് വേരിയബിൾ. ഇവിടെ ആട്രിബ്യൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ മാഗ്നിറ്റ്യൂഡ്സ് ഓഫ് വേരിയബിൾസിൻ്റെ മാഗ്നിറ്റ്യൂഡ്സിൻ്റെ അടിസ്ഥാനത്തിലോ നമ്മൾ ഡേറ്റയെ തരംതിരിക്കുന്നതിനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ ഇന്റേണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അത് ആദ്യം ആട്രിബ്യൂട്ട്സ് ആണ് വരുന്നത്, ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ്. ഇൻ ദിസ് ടൈപ്പ് ഓഫ് ഡേറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് സം ആട്രിബ്യൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക്സ്. ആട്രിബ്യൂട്ട്സ് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡേറ്റയെ തരംതിരിച്ച് നിർത്തുന്നതിനെയാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു ആട്രിബ്യൂട്ട്സ് ഉദ്ദേശിക്കുന്നത്. ഇനി സിമ്പിൾ ക്ലാസിഫിക്കേഷൻ ആണ്. ദാറ്റ് മീൻസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ എ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട് ഓൺലി. ഇറ്റ് ഈസ് കോൾഡ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ. ഏതെങ്കിലും ഒരു പ്രത്യേക ആട്രിബ്യൂട്ട്സിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് സിമ്പിൾ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ക്ലാസിഫിക്കേഷൻ ഓൺ ദ ബേസ് ഓഫ് സെക്സിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡേറ്റയെ ക്ലാസിഫൈ ചെയ്യുക എന്ന് വിചാരിക്കുക, അതൊരു സിമ്പിൾ ക്ലാസിഫിക്കേഷനാണ്. ഇനി അടുത്തതാണ് ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ്. ഇപ്പോൾ വേരിയബിൾസ് എന്നോട് ഉദ്ദേശിക്കുന്നത് ഹിയർ ദ ഡേറ്റ ആർ ക്ലാസിഫൈഡ് സം ക്യാരക്ടറിസ്റ്റിക്സ് ദാറ്റ് ക്യാൻ ബി മെഷേർഡ്. ഡേറ്റ ആർ ക്ലാസിഫൈഡ് ഓൺ ദ ബേസിസ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് ഏജ്, ഹൈറ്റ്, വെയ്റ്റ്. ക്വാണ്ടിറ്റേറ്റീവ് വേരിയബിൾസ് ആർ ഗ്രൂപ്പ്ഡ് ഇൻ ടു 2. അതായത് വേരിയബിൾസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ ചേഞ്ചബിൾ ആയിട്ടുള്ള ക്വാണ്ടിറ്റേറ്റീവ് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ചേഞ്ചബിൾ ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയാം, വേരിയബിൾസ് എന്ന് പറയാം. ഉദാഹരണം പറയുകയാണെങ്കിൽ ഏജ് ഒരു വേരിയബിളാണ്, ഹൈറ്റ് ഒരു വേരിയബിളാണ്, വെയ്റ്റ് ഒരു വേരിയബിളാണ്. കാരണം ഇതൊക്കെ ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുകയും ചെയ്യും, ഇതൊക്കെ മാറിക്കൊണ്ടിരിക്കുകയും ചെയ്യും അല്ലേ. ഏജ് മാറും, അതുപോലെ തന്നെ അതിന് നമുക്ക് ക്വാണ്ടിറ്റേറ്റീവ് വാല്യൂ അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പം അങ്ങനെ ഉള്ള ക്ലാസിഫിക്കേഷനെയാണ് നമ്മൾ ക്ലാസിഫിക്കേഷൻ അക്കോർഡിംഗ് ടു വേരിയബിൾസ് എന്ന് പറയുന്നത്. അപ്പം അത് പ്രധാനമായും 2 തരത്തിലാണുള്ളത്. ഒന്ന് ഡിസ്ക്രീറ്റ് വേരിയബിളും ഉണ്ട്, രണ്ടാമത്തത് കണ്ടിന്യൂസ് വേരിയബിളും ഉണ്ട്. ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഫ് ദ വേരിയബിൾസ് ക്യാൻ ടേക്ക് ഓൺലി എക്സാക്ട് വാല്യൂ ഈസ് കോൾഡ് ഡിസ്ക്രീറ്റ് വേരിയബിൾ. അതായത് നമ്മൾ കൊടുക്കുന്ന വേരിയബിളിന് ഒരു എക്സാക്റ്റ് ആയിട്ടുള്ള വാല്യൂ, ന്യൂമറിക്കൽ വാല്യൂ അസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയാം. ഉദാഹരണത്തിന് 15 നമ്മൾ എടുക്കുന്ന വേരിയബിളിന് 15 എന്ന നമ്പർ നമുക്ക് അസൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കും. അപ്പം അങ്ങനെ നമ്പേഴ്സുകൾ കൃത്യമായി അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിസ്ക്രീറ്റ് വേരിയബിൾ എന്ന് പറയും. എന്നാൽ കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറഞ്ഞാൽ ദ വേരിയബിൾ ദാറ്റ് ക്യാൻ ടേക്ക് എനി ന്യൂമറിക്കൽ വാല്യൂ വിത്തിൻ സ്പെസിഫൈഡ് റേഞ്ച് ആർ കോൾഡ് കണ്ടിന്യൂസ് വേരിയബിൾ. ഇവിടെ നമുക്ക് കൃത്യമായ ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പറയാം 10ൻ്റെയും 20ൻ്റെയും ഇടയിലായിരിക്കും, അല്ലെങ്കിൽ 5ൻ്റെയും 10ൻ്റെയും ഇടയിലായിരിക്കും. അങ്ങനെ ഒരു സ്പെസിഫൈഡ് റേഞ്ചിൻ്റെ ഉള്ളിലാണ് എന്ന് നമ്മൾ പറയുന്നതിനെയാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ വേരിയബിൾസിന് ഒരു വാല്യൂ അസൈൻ ചെയ്യാൻ പറ്റില്ല, പകരം ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കും. മേ ബി 5 to 10 അല്ലെങ്കിൽ 20 to 30 അങ്ങനെയുള്ള ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്ന വേരിയബിൾസുകളാണ് കണ്ടിന്യൂസ് വേരിയബിൾ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ പലതരത്തിലുള്ള ക്ലാസിഫിക്കേഷൻസുകൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത് പരീക്ഷയിൽ ചിലപ്പോൾ ചോദിക്കുന്നത് കാണാറുണ്ട്, അതുകൊണ്ട് നന്നായിട്ട് പഠിച്ചു വെക്കാം. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഉപകാരപ്രദമായെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക.